ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷനാണ് അബ്നോർമൽ മോളാർ മാസസ്. അപ്പോൾ എന്താണ് അബ്നോർമൽ മോളാർ മാസസ് എന്ന് നമുക്ക് നോക്കാം. സാധാരണ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. അതായത് മോളിക്കുലാർ മാസാണ് മോളാർ മാസ് എന്ന് നമുക്കറിയാം. അതാണ് നോർമൽ മാസ്. അതിൻ്റെ അറ്റോമിക് മാസൊക്കെ കൂടിയിട്ടുള്ള മാസാണ് മോളാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അബ്നോർമൽ മോളാർ മാസ് എന്ന് നമുക്കിവിടെ നോക്കാം. അപ്പോൾ 1 mole of അതായത് we know that ionic compounds when dissolved in water dissociated into cations and anions. അപ്പോൾ അതായത് അയോണിക് കോമ്പൗണ്ട്സിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? NaCl, KCl, MgSO4 ഇതൊക്കെയാണ് അല്ലേ. അപ്പോൾ ഒരു NaCl ഇപ്പോൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാണ് വിചാരിക്കുക. അപ്പോൾ അത് Na+ അയോണും Cl- അയോണും ആയിട്ട് ഡിസോസിയേറ്റ് ഇത് പോകുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു മോൾ KCl നിന്ന് നമുക്ക് എത്ര അയോൺസ് പ്രതീക്ഷിക്കാം? 2 അയോൺസ് പ്രതീക്ഷിക്കാം. അതായത് K+ഉം Cl-ഉം. ഇപ്പോൾ K+1 മോൾ ഉണ്ടാവും വിചാരിക്കുക, Cl-1 മോൾ ഉണ്ടാവും വിചാരിക്കുക. അപ്പോൾ 2 മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഒരു സൊല്യൂഷനിൽ ഉണ്ടാകുന്നത്. എങ്ങനെ? 1 മോൾ KCl വാട്ടറിൽ ലയിക്കുമ്പോൾ. അപ്പോൾ ഇൻ്റർഅയോണിക് അട്രാക്ഷൻസ് നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോൾ 1 മോൾ ഓഫ് KCl ഒരു സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഇൻക്രീസ് 1.04 കെൽവിൻ ആയിരിക്കും. അതായത് 2 × 0.52 കെൽവിൻ. പക്ഷേ we did not know about the degree of dissociation. അതായത് എന്താണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ? ഡിസോസിയേഷൻ എത്ര നടന്നു? അതായത് ആൽഫ എന്നൊക്കെ നമ്മൾ ഇക്വിലിബ്രിയം ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് K = C α², ആൽഫ =√K/C എന്നൊക്കെ പഠിച്ചിട്ടില്ലേ കഴിഞ്ഞ വർഷം? അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എത്രയാണ് നടന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ we would be led to the conclude that the mass of 2 mole particles is 74.5 gram and mass of 1 mole KCl is 37.25 gram. അതായത് ഒരു മോൾ KClൻ്റെ മാസ് എന്ന് പറയുന്നത് 37.25 ഗ്രാം ആയിരിക്കും. 37.25 ഗ്രാം. പക്ഷെ 2 മോൾ പാർട്ടിക്കിൾസിൻ്റെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇത് എന്ന് പറയുന്നത് 74 ഗ്രാം ആയിരിക്കും. മാസ് ഓഫ് 2 മോൾ പാർട്ടിക്കിൾസ് 74.5 ഗ്രാം ആണെങ്കിൽ മാസ് ഓഫ് 1 മോൾ ഓഫ് KCl എന്ന് പറയുന്നത് 37.25 ഗ്രാം ആയിരിക്കും. ഇതാണ് ഡിസോസിയേഷൻ, സൊല്യൂട്ട് ഡിസോസിയേറ്റ് ചെയ്യും എന്നൊരു കാര്യത്തിനെ കുറിച്ച് വെളിച്ചം വീശുന്ന ഒരു കാര്യം. അപ്പോൾ മോളാർ മാസ് എന്ന് പറയുന്നത് എപ്പോഴും ട്രൂ വാല്യൂവിനെക്കാട്ടിലും കുറവായിരിക്കും എന്നാണ് എക്സ്പെരിമെൻ്റലി നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി മോൾസ് ഓഫ് എഥനോയിക് ആസിഡ്, അസിറ്റിക് ആസിഡ് ഡൈമറൈസ് ചെയ്യും ബെൻസീനിൽ. ഡൈമറൈസ് എന്ന് പറഞ്ഞു വെച്ചാൽ 2 എഥനോയിക് ആസിഡ് ചേർന്നിട്ട് ഒരു ഡൈമർ ഉണ്ടാവുന്നു. എഥനോയിക് ആസിഡിൻ്റെ തന്നെ ഒരു ഡൈമർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോർമുല. അതിൻ്റെ ശരിക്കും ആക്ച്വൽ ഫുൾ ലെങ്ത് ഫോർമുല എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് സാധാരണ ലോ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ള സോൾവെൻസിലാണ് സംഭവിക്കാറ്. അപ്പോൾ ഈ കേസിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡൈമറൈസ് ചെയ്യുന്നത് വഴി ഒന്നായിട്ട് മാറും. ഇപ്പോൾ 2 പാർട്ടിക്കിളാണ് റിയാക്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്നതെങ്കിൽ പ്രോഡക്റ്റ് ഒരു പാർട്ടിക്കിളായിട്ട് മാറും. അപ്പോൾ ഇതിനെ പറയുന്ന കാര്യമാണ് അസോസിയേഷൻ. അതായത് 2 പാർട്ടിക്കിൾ ചേർന്നിട്ട് ഒരു പാർട്ടിക്കിൾ ആവുന്നതിന് അസോസിയേഷൻ എന്ന് പറഞ്ഞു. 2 അതിൽ കൂടുതൽ കേട്ടോ. അപ്പോൾ ഡിസോസിയേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു പാർട്ടിക്കിളിനെ പല പാർട്ടിക്കിളായിട്ട് മാറുന്നതിന് ഡിസോസിയേഷൻ. ഇപ്പോൾ NaCl Na+ഉം Cl- ആയി, അത് ഡിസോസിയേഷൻ എന്ന് പറയുന്നു. അസോസിയേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ 2 എഥനോയിക് ആസിഡ് ചേർന്നിട്ട് CCCOOH ട്വൈസ് എന്ന് പറയുന്ന ഒരു ഡൈമർ ഉണ്ടായി. അപ്പോൾ അതിന് അസോസിയേഷൻ എന്ന് പറയുന്നു. But it can be undoubtedly stated here that if all the molecules of ethanoic acid associated in benzene
ബെൻസീനിൽ അസോസിയേറ്റ് ചെയ്തു എല്ലാ എത്തനോയിക് ആസിഡിൻ്റെയും മോളിക്യൂൾസ് എങ്കിൽ ഡെൽറ്റ ടി ബിയും ഡെൽറ്റ ടി എഫും എത്തനോയിക് ആസിഡിൻ്റെ ഹാഫ് ആയിരിക്കും എന്ന് പറയുന്നു. നോർമൽ വാല്യൂവിൻ്റെ ഹാഫ് ആയിരിക്കും എത്തനോയിക് ആസിഡിൻ്റെ ഡെൽറ്റ ടി ബിയും ഡെൽറ്റ ടി എഫും. മനസ്സിലായോ? ഡെൽറ്റ ടി ബിയും ഡെൽറ്റ ടി എഫ്. ഇപ്പോൾ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്തത്, അപ്പോൾ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്തത് ശരിക്കും എക്സ്പെക്റ്റഡ് വാല്യൂവിനെക്കാട്ടിലും ട്വൈസ് ആണ് അല്ലേ? എക്സ്പെക്റ്റഡ് വാല്യൂവിനെക്കാട്ടിലും ട്വൈസ് ആണ്. അപ്പോൾ മോളാർ മാസ് എന്ന് പറയുന്നത് ശരിക്കും എക്സ്പെക്റ്റഡ് നോർമൽ വാല്യൂവിനെക്കാട്ടിലും ലോവറോ ഹയറോ ആവുമ്പോൾ അതിനെ അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നു. Molar mass that is either lower or higher than the expected or normal value is called as abnormal molar mass. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ 1880 വാൻ ഹോഫ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഐ എന്ന ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനാണ് വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത്. അതാണ് എക്സ്റ്റെൻഡ്, ഡിസോസിയേഷൻ്റെ അസോസിയേഷൻ്റെ എക്സ്റ്റെൻഡ് പറയുന്ന ഒരു ഫാക്ടറാണ് ഐ. അപ്പോൾ ഐ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ 3 ഫോർമുലയുണ്ട്. ഒന്ന് നോർമൽ മാസ് ബൈ അബ്നോർമൽ മാസ്, പിന്നെ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, പിന്നെ ടോട്ടൽ മോൾസ് ഓഫ് particles after association or dissociation by number of moles of particles before association or dissociation. അതായത് നോർമൽ മോളാർ മാസ്, അതായത് നമ്മൾ സാധാരണ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യില്ലേ, എങ്ങനെയാണ് അതിൻ്റെ അറ്റോമിക് മാസ് കൂട്ടിയിട്ട് അതിനെ അതിൽ വയ്ക്കുന്നു, അത് നോർമൽ മോളാർ മാസ്. പക്ഷേ നമുക്ക് എന്താണ് നമ്മൾ എക്സ്പെരിമെൻറ്റിൽ കിട്ടിയില്ലേ ഒരു മോളാർ മാസ്, അതിനാണ് അബ്നോർമൽ എന്ന് പറയുന്നത്. അത് നോർമലിൽ നിന്നും വളരെയധികം നല്ല ചെറുതായിട്ട് കുറയുകയോ കൂടുകയോ ചെയ്യും. ഇനി ഒബ്സേർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, അതായത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി 4 നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? വേപ്പർ പ്രഷറിൻ്റെ ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ, അല്ലെങ്കിൽ എന്ത് പഠിച്ചു? ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ. ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഒന്ന് ഒബ്സർവ്ഡ് വാല്യൂ ഉണ്ടാവും, പിന്നെ ഒന്ന് കാൽക്കുലേറ്റഡ് വാല്യൂ ഉണ്ടാവും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ കിട്ടുന്ന വാല്യൂണ് കാൽക്കുലേറ്റഡ് വാല്യൂ. പിന്നെ ക്വസ്റ്റ്യൻസിലൊക്കെ തരുമല്ലോ ഇന്നതാണ് നമുക്ക് കിട്ടിയത് എന്ന്, അത് ഒബ്സർവ്ഡ് വാല്യൂ. അപ്പോൾ അത് തമ്മിലുള്ള തമ്മിലുള്ള റേഷ്യോവും ഐ ആണ്. പിന്നെ എന്ന് പറയുന്നത് അസോസിയേഷൻ്റെയോ ഡിസോസിയേഷൻ്റെയോ മുമ്പ്, അതായത് റിയാക്റ്റൻസിലുള്ള ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ കേട്ടോ. അപ്പോൾ പ്രോഡക്ട്സിലുള്ള മോൾസ്, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ബൈ റിയാക്റ്റൻസിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നതും വാൻ ഹോഫ് ഫാക്ടർ ഐ ആണ്. ഇനി അബ്നോർമൽ മോളാർ മാസ് ഈസ് ദ എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻഡ് മോളാർ മാസ്. എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻഡ് മോളാർ മാസാണ് അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ഒബ്റ്റെയിൻഡ് ബൈ അസ്യൂമിങ് ദാറ്റ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് നെയ്തർ അസോസിയേറ്റഡ് നോർ ഡിസോസിയേറ്റഡ്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയൊക്കെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് അസോസിയേറ്റ് ചെയ്തോ ഡിസോസിയേറ്റ് ചെയ്തോ എന്നൊന്നും കൺസിഡർ ചെയ്യാണ്ട് ചെയ്ത കാൽക്കുലേഷൻസാണ്. ഇനി നമ്മൾ അസോസിയേഷൻ ചെയ്യുമ്പോഴും ഡിസോസിയേഷൻ ചെയ്യുമ്പോഴും എങ്ങനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിഫറെൻ്റ് ആവുന്നത്, എങ്ങനെയാണ് അസോസിയേഷൻ്റെ ഡിസോസിയേഷൻ്റെ ഒക്കെ ഡിഗ്രി എത്രയാണ് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അസോസിയേഷൻ വാല്യൂ ഓഫ് ഐ ഇസ് ലെസ് ദാൻ യൂണിറ്റി ആൻഡ് ഡിസോസിയേഷൻ ഐ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ദ യൂണിറ്റി. അസോസിയേഷനിൽ ഐ യൂണിറ്റി പറഞ്ഞു വെച്ചാൽ 1-നേക്കാട്ടിലും കുറവായിരിക്കും എങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, 1-നേക്കാട്ടിലും കുറവാണ് ഐ എങ്കിൽ അത് അസോസിയേഷനാണ്, 1-നേക്കാട്ടിലും കൂടുതലാണ് എങ്കിൽ അത് ഡിസോസിയേഷനാണ്. ഇനി കംപ്ലീറ്റ് അസോസിയേഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിസോസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഐയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറയാം. കെ സി എൽ കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്ത് വെച്ചാൽ എത്രയായിരിക്കും ഐ എന്ന് പറഞ്ഞു വെച്ചാൽ 2 ആയിരിക്കും. കാരണം കെ സി എൽ എന്ന് പറയുന്നത് കെ പ്ലസും സി എൽ മൈനസും ആണ് ഉണ്ടാവുന്നത് അല്ലേ, ഡിസോസിയേറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് പറയാം അതെന്താണ് 2 മോൾസ് ഉണ്ടായി എന്ന് പറയാം. അപ്പോൾ 2 ആണ് അതിൻ്റെ ഐ.
ഇനി എത്തനോയിക് ആസിഡ് ഡൈമർ ചെയ്തിട്ട് ഒരു മോളിക്യൂളല്ലേ ആവണത്, HCl3COOH ട്വൈസ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതായത് വൺ ആ അപ്പോൾ ആഫ്റ്റർ പ്രൊഡക്റ്റിലുള്ള ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. ഒരെണ്ണം പോയിട്ട് രണ്ടെണ്ണം പോയിട്ട് ഒന്നാവുന്നു എന്ന് പറയുമ്പോൾ 1/2 പ്രൊഡക്റ്റ് ബൈ റിയാക്റ്റൻസ് അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ 1/2 0.5 ആയിരിക്കും ഐ. കാരണം നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. അങ്ങനെയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് അസോസിയേഷൻ്റെ കാര്യത്തിൽ ഉള്ള ഐൻ്റെ വാല്യൂ ആണ് 2 അല്ലെങ്കിൽ 0.5 എന്ന് പറയുന്നത്. ഇനി കംപ്ലീറ്റ് അസോസിയേഷനും ഡിസോസിയേഷനും നടന്നില്ലെങ്കിൽ നമുക്ക് ഐ എങ്ങനെ കിട്ടും എന്ന് നോക്കാം. ഐ അല്ലെങ്കിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസൊക്കെ എങ്ങനെയായിരിക്കും നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ പഠിക്കുമ്പോൾ കുറേ ഫോർമുലാസ് പഠിച്ചു അല്ലേ. അതിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഇക്വേഷൻ്റെ കൂടെ ഐ ചേർത്തി വെച്ചാൽ നമുക്ക് ഉത്തരം എന്താണ് എലിവേഷൻ അല്ലെങ്കിൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ്, അതുപോലെ ഓസ്മോട്ടിക് പ്രഷറൊക്കെ കിട്ടും. അതിൻ്റെ കൂടെ ഒരു ഐ ഒന്ന് ഇൻഡു ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് സോൾവെൻറ്റ് P0 - P1 by P10 ഈക്വൽ ടു I × N2/N1. അതുപോലെ ഡെൽറ്റ TB = I × KBM, ഡെൽറ്റ TF = I × KFM, അതുപോലെ പൈ = I × CRT. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഡെപിക്ട് ദ വാല്യൂസ് ഓഫ് ഫാക്ടർ ഓഫ് സെവറൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. കുറേ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. KCl, NaCl, MgSO4, K2SO4. ഇത് നമുക്ക് ഉത്തരം നോക്കാണ്ട് തന്നെ പറയാം. NaCl 2 ആയിരിക്കും, KCl 2 ആയിരിക്കും, MgSO4 2 ആയിരിക്കും, K2SO4 3 ആയിരിക്കും. എന്ത് ഐൻ്റെ വാല്യൂ. പക്ഷെ ആ കേസ് എപ്പോഴും കംപ്ലീറ്റ് ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ടിൻ്റെ വാല്യൂ ആണ് ഐ. ഇനിയിപ്പോൾ വാല്യൂസ് ഓഫ് ഐ ഇൻ 0.1 മോളാർ അല്ലെങ്കിൽ 0.01 മൊളാലിറ്റി അല്ലെങ്കിൽ 0.001 മൊളാലിറ്റി. അപ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഐ കാണിക്കുന്നില്ലേ. അപ്പോൾ നമ്മുടെ വാല്യൂസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മൊളാലിറ്റിയെയും ഒരു ഫാക്ടറാണ്. അപ്പോൾ കംപ്ലീറ്റ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടർ എന്താണ്, ഡിഗ്രി ഓഫ് അസോസിയേഷൻ ഡിസോസിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതിന് ഒരു പ്രോബ്ലം ചെയ്യാം. 2 gram of benzoic acid dissolved in 25 gram of benzene shows a depression in freezing point equal to 1.62 Kelvin. Molar depression constant, അതായത് എത്രയാണ് മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഡെൽറ്റ കെ എഫ് അല്ലേ. ഡെൽറ്റ കെ എഫ് എന്ന് പറയുന്നത് ഡെൽറ്റ കെ എഫ് അല്ല, KF = 4.9 Kelvin kg/-1. What is the percentage of association of acid if it forms a dimer in solution? ഡൈമറാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് അസോസിയേഷൻ ആണ് ഇവിടെ കാണേണ്ടത്. ഇപ്പോൾ സാധാരണ നമ്മൾ മോളാർ മാസ് കണ്ടുപിടിച്ചു. നമ്മൾ അപ്പോൾ ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഡെൽറ്റ ഇപ്പോൾ ഫ്രീസിങ് ആണ്. അപ്പോൾ ഡെൽറ്റ TF = KF × EM അല്ലേ, മൊളാലിറ്റി. അപ്പോൾ മൊളാലിറ്റി എക്സ്പാൻഡ് ചെയ്തു, എന്നിട്ട് അതിൽ നിന്ന് മോളാർ മാസ് കണ്ടുപിടിച്ചു. കാരണം എല്ലാം ഗിവൺ ആണ്. ഡെൽറ്റ TF ഉണ്ട്, W2 ഉണ്ട്, KF ഉണ്ട്, W1 ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് മോളാർ മാസ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൽ മോളാർ മാസ് കൊടുത്തിട്ടുണ്ട്. ബെൻസോയിക് ആസിഡിൻ്റെ മോളാർ മാസ് നമുക്ക് കൊടുത്തിട്ടില്ലേ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം C12 ആണ് ഗ്രാം, 12 × 6 ചെയ്തു 72, പ്ലസ് ഹൈഡ്രജൻ 1 gram ആണ്. അപ്പോൾ 1 × 5 പ്ലസ് ചെയ്തു 72 + 5 79. 2 ഓക്സിജൻ ഉണ്ട്, പ്ലസ് 13 ചെയ്തു, പ്ലസ് 1 ചെയ്തപ്പോൾ എന്ത് കിട്ടി, 122 കിട്ടിയിട്ടുണ്ടാവും, 122 gram കിട്ടിയിട്ടുണ്ടാവും. ഇനി എക്സ്പെരിമെൻ്റൽ മോളാർ മാസ് 241.98 gram ആണ്. അപ്പോൾ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത മോളാർ മാസ് 122 gram ആണ്.
അപ്പോൾ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് 122/241.98 ചെയ്യുമ്പോൾ നമുക്ക് 0.504 കിട്ടും. അതാണ് വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കാണേണ്ടത് ഡിഗ്രി ഓഫ് അസോസിയേഷൻ ആണ് കാണേണ്ടത്. അത് കാണാൻ ഒരു ഫോർമുലയുണ്ട്. ഈ ഫോർമുല പഠിച്ചാലും മതി. അതായത് I-1/1/m-1. ഇവിടെ I എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടിയത്? 0.504 ആണ്. കാരണം 122/241.98 ആണ്. അപ്പോൾ നമുക്ക് 0.504 കിട്ടി. അപ്പോൾ I എന്ന് പറയുന്നത് 0.504 ആണ്. -1 ബൈ m എന്ന് പറയുന്നത് 2 പാർട്ടിക്കിൾ, ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 2 അല്ലേ? അപ്പോൾ m എന്ന് പറയുന്നത് 2 ആണ്. m എന്ന് പറഞ്ഞു വെച്ചാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ 1/2 - 1 അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽഫ എത്രയാണെന്ന് കിട്ടും. ആൽഫ എന്ന് പറഞ്ഞു വെച്ചാൽ ഡിഗ്രി ഓഫ് അസോസിയേഷൻ. അതായത് ആൽഫ എന്ന് പറയുന്നത് നമുക്ക് 0.992 എന്ന് കിട്ടും. കാരണം 0.504 - 1 എന്ന് പറയുന്നത് 0.496 ആണ്. ഡിനോമിനേറ്ററിൽ 0.5 -1 കിട്ടും. അപ്പോൾ മേലെയും നെഗറ്റീവായി താഴെയും നെഗറ്റീവായി. 0.5 - 1 പറഞ്ഞു വെച്ചാൽ -0.5 ആയി, മേലെ -0.496 ആയി. അപ്പോൾ രണ്ടിൻ്റെയും നെഗറ്റിവിറ്റി ക്യാൻസലായി. 0.496 × 2 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 0.992 എന്ന ഉത്തരം കിട്ടും. എക്സ്. അപ്പോൾ അങ്ങനെ കിട്ടും. ഇതിൽ വേറൊരു മെത്തേഡാണ്, ടെക്സ്റ്റിൽ വേറൊരു മെത്തേഡാണ് എലാബറേറ്റ് ചെയ്ത് അവരുടെ രീതിയിൽ സെൻറ്റൻസ് ആക്കിയിട്ട് അതിനെ കണ്ടു. ഇത് ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഇത് ഈ ഫോർമുല തന്നെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ വഴികളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഡിഗ്രി ഓഫ് അസോസിയേഷൻ്റെ ഫോർമുലയാണ് I-1/1/m-1. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ആദ്യം ഡിഗ്രി ഓഫ് അസോസിയേഷൻ എക്സ് ആയിരുന്നു. ഇതിൽ പറയണ കാര്യമാണ് പറയുന്നത്, എക്സ് ആയിരുന്നു. അപ്പോൾ 1 - x മോളാണ് ബെൻസോയിക് ആസിഡാണ് അൺഅസോസിയേറ്റഡ് ഫോമിൽ ഇരിക്കുന്നത്. ബാക്കി x/2 മോൾസ് ബെൻസോയിക് ആസിഡ് ഉണ്ടായി, അസോസിയേറ്റ് ചെയ്തിട്ട് ഉണ്ടായി. 1 - x മോൾ അൺഅസോസിയേറ്റഡും x/2 മോൾസ് അസോസിയേറ്റഡും ആയി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ 1 - x + x/2 ആണ്. അപ്പോൾ നമുക്ക് 1 - x/2 എന്ന് കിട്ടി. ഈ 1 - x/2 ഈസ് ഈക്വൽ ടു 1 - x/2 എന്ന് പറയുമ്പോൾ I ആണ്. അപ്പോൾ 1 - x/2 = I എന്ന് പറയുമ്പോൾ x/2 എന്ന് പറയുമ്പോൾ എന്താവും? 1 - I ആവും. പിന്നെ അതിൽ നിന്ന് x കാൽക്കുലേറ്റ് ചെയ്യാണ് ഇതിലുള്ള വഴി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടെ 0.992 കിട്ടും. × 100 ചെയ്യുമ്പോൾ ബെൻസീനിലുള്ള ബെൻസോയിക് ആസിഡിൻ്റെ ഡിഗ്രി ഓഫ് അസോസിയേഷൻ്റെ പെർസെൻറ്റേജ് നമുക്ക് കാണാം. ഇനി 2.13 0.6 ml ഓഫ് അസിറ്റിക് ആസിഡ് C3COOH ഹാവിങ് ഡെൻസിറ്റി 1.06 ml/1. അപ്പോൾ ഇതിൽ വോളിയവും ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. നമുക്കറിയാം വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ് മാസ്. നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മാസ്, ഗിവൺ മാസ് കിട്ടി. Is dissolved in 1 liter of water. The depression in freezing point observed in the strength of acid is 0.0205 degrees Celsius. ഇവിടെ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻ്റ് ആണ് കിട്ടി, മാസ് ഉണ്ട്. അപ്പോൾ കാൽക്കുലേറ്റ് ദ വാൻ ഹോഫ് ഫാക്ടർ ആൻഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ആസിഡ്. അപ്പോൾ നമുക്ക് ഇതിൽ എത്ര മോൾസ് ഉണ്ടെന്ന് കാണണം. അപ്പോൾ ഗിവൺ മാസ് ബൈ മോളാർ മാസ് C3COOH എന്ന് പറയുന്നത് 60 gram ആണെന്ന് മനസ്സിലാവാം. കാരണം C 12 ആണ്, H 4 ഉണ്ട്, C പിന്നെ ഒരു 12 കിട്ടി, പിന്നെ ഒരു 32 ആഡ് ചെയ്യുമ്പോൾ 60 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. 0.106 ആണ് മോള് ബൈ 1 ബൈ 1000 നമ്പർ ഓഫ് മോൾസ് ബൈ ml ആണ് അല്ലേ. ml എന്ന് പറയുമ്പോൾ 1 ലിറ്റർ അല്ലേ. 1 ലിറ്റർ എന്ന് പറയുമ്പോൾ 0.106/1 ചെയ്തു വെച്ച മൊളാലിറ്റി കിട്ടി. ഇനി ΔTFും ചെയ്തു. ΔTF എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ΔTF എന്ന് പറഞ്ഞു വെച്ചാൽ KF × M ആണ്. ഇതിൽ എത്രയാണ് KF തന്നിരിക്കുന്നത്? 1.86 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ 1.86 എന്ന് പറയുന്നത് മുമ്പത്തെ ടാബുലർ കോളത്തിലൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് ഇവിടെ കൊടുക്കാത്തത്.
1.86 ഇൻറ്റു 0.0106 അല്ലെങ്കിൽ നിങ്ങൾ കാണാതെ പഠിക്കുക കേട്ടോ ഈ കെ എഫിൻ്റെ വാല്യൂ. അങ്ങനെ ചെയ്യുമ്പോൾ കെ എഫ് ഇൻറ്റു എം ചെയ്യുമ്പോൾ ഡെൽറ്റ ടി എഫ് കിട്ടി. അപ്പോൾ ഒബ്സർവ്ഡ് ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയുന്നത് 0.0205 ° ബൈ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് 0.10197 ആണ്. അപ്പോൾ ഒബ്സർവ്ഡ് ഫ്രീസിങ് പോയിന്റ് ബൈ കാൽക്കുലേറ്റഡ് ഫ്രീസിങ് പോയിന്റ്, അതായത് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് വാൻ ഹോഫ് ഫാക്ടർ ഐ. നമ്മളിപ്പോൾ വാല്യൂ ഐനെക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ, 1നെക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ നമുക്കറിയാം അത് ഡിസോസിയേഷൻ ആണെന്ന്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം തരുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവിടെ ഡിസോസിയേഷനാണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ എപ്പോഴും വണ്ണിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടേ ഐയെ വരാൻ പാടുള്ളൂ എന്ന് ഇവിടെ ഓർത്തിരിക്കുക. ഇനി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ആൽഫ ഈക്വൽ ടു ഐ മൈനസ് 1/n-1. ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 1.041 ആണ്. അപ്പോൾ 1.0 ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസോ 2 ആണ്. കാരണം ഇത് അവിടെ നോക്കുക, CH3COOH ഡിസോസിയേറ്റ് ചെയ്തിട്ട് H പ്ലസും CH3COO- ആയി. അപ്പോൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ I-1 1.041/2 - 1. 2 - 1 പറഞ്ഞാൽ 1. അപ്പോൾ I-1 മാത്രം ചെയ്താൽ മതി. അപ്പോൾ 1.041 - 1 പറയുമ്പോൾ 0.041 ആണ് ഇവിടെ ആൽഫ. ഇവിടെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എവിടെയെങ്കിലും. I is equal to 1.041, X is equal to 0.041. കണ്ടോ ഉത്തരം കിട്ടിയിരിക്കണേ. ഇനി ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ, ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അല്ല കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഡിഗ്രി ഓഫ് കെ ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ബൈ 1 - ആൽഫ എന്നുള്ളൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല ഉപയോഗിച്ച് വെച്ചാൽ നമുക്ക് 1.86 ഇൻറ്റു 10⁻⁻5 എന്നുള്ള ഒരു ഉത്തരം കിട്ടും. ആണെങ്കിൽ അത് എഴുതിത്തരാം. K is equal to C alpha square by 1 - alpha. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമുല. K = C alpha square by 1 - alpha. ഈ ഫോർമുല ചെയ്ത് വെച്ച് നമുക്ക് ഇത് തന്നെ കിട്ടും. അതായത് സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്കറിയാം മോളാർ കോൺസെൻട്രേഷൻ പഠിക്കുമ്പോൾ നമുക്കറിയാം മൊളാരിറ്റി ഒക്കെ സി ആണ്, അതായത് കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ഇവിടെ സി എന്ന് കിട്ടുന്നത് 0.0106 ആണ്. അപ്പോൾ 0.0106 ഇൻറ്റു ആൽഫ സ്ക്വയർ. നമുക്ക് ഇവിടെ ആൽഫയെ എക്സ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ 0.041 സ്ക്വയർ ബൈ 1 - 0.041 എന്ന് ചെയ്തു വെച്ചാൽ നമുക്ക് കെ എന്ന് പറയുന്നത് 1.86 ഇൻറ്റു 10⁻⁻5 എന്ന ഉത്തരം കിട്ടും. ഇനി ഇത് ടെക്സ്റ്റിൽ കൊടുത്ത മെത്തേഡാണ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിവിടെ ഐ വരെ കണ്ടെത്തിയത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ബാക്കിയുള്ളത് നോക്കാം. അസിറ്റിക് ആസിഡ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് അത് 2 അയോൺസിനെ ഡിസോസിയേറ്റ് ചെയ്തു. ഒന്ന് H+, ഒന്ന് CH3 അസിറ്റേറ്റ് അയോൺ, CH3COO- അയോണും ആയി. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ആണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എങ്കിൽ we would have n × 1 - x moles of undissociated acetic acid. X degree of dissociation, n × 1 - x undissociated acetic acidൻ്റെ മോള്. അപ്പോൾ H+, CH3COO- NX മോളോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് നോക്കുമ്പോൾ n × 1 - എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ n × 1 + x കിട്ടി. അപ്പോൾ I എന്ന് പറയുന്നത് n × 1 + x by n. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ബൈ ബിഫോർ ഡിസോസിയേഷൻ. അപ്പോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് n ആയിരുന്നല്ലോ, അതാണ് ഇവിടെ എഴുതിയിട്ട്. ബാക്കി ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് n × 1 + x. അപ്പോൾ n ക്യാൻസൽ ആയി 1 + x കിട്ടി. അപ്പോൾ 1 + x
എന്ന് പറയുന്നത് 1+x എന്ന് പറയുന്നത് 1.041 ആണ്. നമ്മൾ നേരത്തെ വാൻ ഹോഫ് ഫാക്ടർ കണ്ടുപിടിച്ചുവല്ലോ. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ 1.4041 മൈനസ് 1 ചെയ്തു. അപ്പോൾ 0.041 കിട്ടി. അപ്പോൾ നമുക്ക് അതിൽ നിന്നും CH3COOHും H+ൻ്റെയും CH3COO മൈനസിൻ്റെയും കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം n×1 - x ആണെന്നും nx ആണെന്നും നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് നമ്മൾ n×1 - x ചെയ്തു, അതുപോലെ nx ചെയ്തു. ഇനി അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും കോൺസെൻട്രേഷൻ കിട്ടി. ഇനി KA എന്ന് പറയുന്നത് H+ CH3COO മൈനസ് ബൈ CH3COOH കോൺസെൻട്രേഷനാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഗെയിൻ 1.86 × 10⁻⁻5 എന്ന് കിട്ടി. അപ്പോൾ ഈ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ട് പഠിക്കേണ്ട എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് ഉപയോഗിച്ചു ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ, ഞാൻ ആൽഫ എന്ന് ഉപയോഗിച്ചു. അസോസിയേഷൻ്റെ കാര്യത്തിൽ അവിടെ എക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഞാൻ ആൽഫ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്രേ വ്യത്യാസമുള്ളൂ. ഐ എന്ന് പറയുന്നത് വാൻ ഹോഫ് ഫാക്ടറാണ്. എം പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കണക്ക് മനസ്സിലായില്ലേ? ഇനി സമ്മറിയാണ്. ഇന്നത്തെ പാഠം കഴിഞ്ഞു. അപ്പോൾ കുറേ എക്സസൈസ് ഉണ്ട്, ഗിവൺ എക്സസൈസ്, അതൊക്കെ ചെയ്ത് നോക്കുക. അസോസിയേഷൻ്റെയും ഡിസോസിയേഷൻ്റെയും എളുപ്പ വഴി ഇതാണ്, ഞാൻ പറഞ്ഞെന്ന വഴി. ഈ ഫോർമുലയൊക്കെ അപ്ലൈ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.